Hello dear students, welcome back to ISKC English. Okay dear students, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടു ഇൻഫിനിറ്റീവിന്റെ യൂസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓക്കെ ശരി. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഏതായിരിക്കും? ഇന്നപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബെയർ ഇൻഫിനിറ്റീവിന്റെ യൂസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ? അതായത് വെർബിന്റെ ടു ഇല്ലാത്ത രൂപം, ഒന്നാമത്തെ രൂപം, അതായത് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് വിത്തൗട്ട് ടു ഇല്ലാതെ വരുന്ന ഈ ഒരു ഒന്നാമത്തെ രൂപം ഉണ്ടല്ലോ, പ്ലൂരൽ, ബഹുവചനം, അതാണ് നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ബെയർ ഇൻഫിനിറ്റീവിന്റെ യൂസസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന മൊത്തം കാര്യങ്ങൾ, അതായത് നമ്മൾ ഫൈനൈറ്റ് വെർബ് എന്താ, നോൺ ഫൈനൈറ്റ് വെർബ് എന്താ, അത് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോൺ ഫൈനൈറ്റ് വെർബിന്റെ ടൈപ്സ് പറഞ്ഞപ്പോഴാണ് ഏതൊക്കെ പറഞ്ഞത്? അതായത് ഇൻഫിനിറ്റീവ്, അതുപോലെ തന്നെ പാർട്ടിസിപ്പിള്, ജെറണ്ട്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ് ഇൻഫിനിറ്റീവ്. അതിലാണ് ടു ഇൻഫിനിറ്റീവും ബെയർ ഇൻഫിനിറ്റീവും. അതിൽ നമ്മൾ ടു ഇൻഫിനിറ്റീവ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ബെയർ ഇൻഫിനിറ്റീവ്, അതായത് ബെയർ ഇൻഫിനിറ്റീവിന്റെ യൂസസ്. അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത്തെ യൂസ് എന്താ, ഫസ്റ്റ് യൂസ്. അപ്പൊ നോക്കൂ, ഫസ്റ്റ് യൂസ് വരുന്നത് ആഫ്റ്റർ മോഡൽ ഓക്സിലറീസ് എന്നുള്ളതാണ്. അതായത് മോഡൽ ഓക്സിലറീസിന് ശേഷം, മോഡൽ ഓക്സിലറീസ് അറിയില്ലേ? വില്ല്, വുഡ്, ക്യാന്, ഷുഡ്, ക്യാന്, കുഡ്, ഷാള്, ഷുഡ് ഒക്കെ അല്ലേ, മേ, മൈറ്റ്, ഇതൊക്കെയാണ് മോഡൽ ഓക്സിലറീസ്. അപ്പൊ ഈ മോഡൽ ഓക്സിലറീസിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ആൻഡ് ഡു ഫോംസ്, ഡു ഫോംസിന് ശേഷവും, അതായത് ഡു ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു, അതിന്റെ സിംഗുലർ ഡസ്, അതിന്റെ വി ടു ഡിഡ്, ഇവയ്ക്ക് ശേഷവും എന്തുപയോഗിക്കണം? ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം. ഒരു എക്സാമ്പിള്, ഐ ഡോണ്ട് ലൈക്ക് ദം, ഐ ഡോണ്ട് ലൈക്ക് ദം. ഇവിടെ ഡോണ്ട് എന്ന് പറയുന്ന ഡു ഫോം ആണ്, ഡു നോട്ട്. അപ്പൊ അതിനുശേഷം ഉപയോഗിച്ച ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഏത്? ലൈക്ക് എന്നുള്ളത്. അടുത്ത എക്സാമ്പിൾ ആണ് ഷീ ക്യാൻ ഹെൽപ്പ് യു, ഷീ ക്യാൻ ഹെൽപ്പ്. ക്യാൻ എന്നുള്ള മോഡൽ ഓക്സിലറി, ഈ ക്യാൻ എന്നുള്ള മോഡൽ ഓക്സിലറിക്ക് ശേഷം ഉപയോഗിച്ച ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഹെൽപ്പ്. അപ്പൊ അവിടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ടു ഇൻഫിനിറ്റീവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എന്തുപയോഗിക്കണം? ക്യാൻ എന്ന മോഡൽ ഓക്സിലറിക്ക് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. നോക്കിയ ഒരു കാര്യം പറയുന്നുണ്ട്, ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു നോട്ട്. ഇഫ് ഡെയർ ആൻഡ് നീഡ് ആർ യൂസ്ഡ് ആസ് മെയിൻ വെർബ്സ്, ദേ ആർ ടു ബി ഫോളോവ്ഡ് ബൈ ടു ഇൻഫിനിറ്റീവ്. അതായത് നീഡ് എന്നുള്ളതും ഡെയർ എന്നുള്ളതും ഓക്സിലറീസ് ആണ്, മോഡൽ ഓക്സിലറീസ് ആണ്. പക്ഷെ ഇവയ്ക്കൊരു പ്രത്യേകത ഉണ്ട്, ഇവ മെയിൻ വെർബ് ആയിട്ടും ഉപയോഗിക്കും. അതായത് ഡെയർ എന്നുള്ളതും നീഡ് എന്നുള്ളതും മോഡൽ ഓക്സിലറി ആയിട്ടും ഉപയോഗിക്കും, അതുപോലെ തന്നെ പിന്നെയോ മെയിൻ വെർബ് ആയിട്ടും ഉപയോഗിക്കും. അപ്പൊ മോഡൽ ഓക്സിലറി ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇവയ്ക്ക് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് എഴുതും. എന്നാൽ അതല്ല, മെയിൻ വെർബ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഡയറും നീഡും ഉപയോഗിക്കുന്നത് മെയിൻ വെർബ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവയ്ക്ക് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. എക്സാമ്പിൾ, ഡിഡ് ഹി ഡയർ, ഡിഡ് ഹി ഡയർ. അതായത് ഇവിടെ വന്നിരിക്കുന്ന ഓക്സിലറി ഡിഡ് ആണ്, പിന്നെ ഇവിടെ ഡയർ എന്നുള്ളത് മെയിൻ വെർബാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻ വെർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആ മെയിൻ വെർബിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം. ഡിഡ് ഹി ഡയർ ടു ഡു, ഡയർ ടു, ടു ഡു. ഇവിടെ ഡു എന്നുള്ളതാണ് മെയിൻ വെർബ്. ഡിഡ് ഹി ഡയർ, അതെന്താണ്? ഡിഡ് ഹി ഡയർ, ആ ഡയർ മെയിൻ വെർബ് ആണ്. ആ മെയിൻ വെർബിന് ശേഷം വന്ന ടു ഇൻഫിനിറ്റീവ്, അതാണ് ടു ഡു. ആ ടു ഡു എന്നുള്ളത് ടു ഇൻഫിനിറ്റീവ് ആണ്. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ ആണ്, വി നീഡ് ടു ടോക്ക് അബൌട്ട് ദ ഇൻസിഡന്റ്. ഇവിടെ നീഡ് എന്നുള്ളത് മെയിൻ വെർബ് ആയിട്ടാണ് ഉപയോഗിച്ചത്. നീഡ് എന്നുള്ളത് മെയിൻ വെർബ് ആണ്, അതുകൊണ്ട് ആ നീഡിന് ശേഷം ടു ഇൻഫിനിറ്റീവ്, ദാറ്റ് ഈസ് വി നീഡ് ടു ടോക്ക്, വി നീഡ് ടു ടോക്ക്
about the incident. ഇനി രണ്ടാമത്തേത് bare infinitive രണ്ടാമത്തെ ഉപയോഗമാണ് ഏത്? ആഫ്റ്റർ മെയിൻ വേർബ്സ്. മെയിൻ വേർബ്സിന് ശേഷം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സച്ച് ആസ് മേക്ക്, ബിഡ്, ലെറ്റ്, ഹിയർ, ഹാവ് എക്സെട്ര. ഇതുപോലുള്ള മെയിൻ വേർബ്സ് അവക്ക് ശേഷം എന്ത് ചെയ്യണം? bare infinitive ഉപയോഗിക്കണം. എക്സാമ്പിൾ ലെറ്റ് വെച്ചിട്ട് ലെറ്റ് ഹിം ടോക്ക് ഫസ്റ്റ്. അവൻ ആദ്യം സംസാരിക്കട്ടെ. ലെറ്റ് ഹിം ടു ടോക്ക് എന്ന് പറയാൻ പാടില്ല. കാരണം ലെറ്റ് എന്ന് പറയുന്ന മെയിൻ വെർബ്, ആ മെയിൻ വെർബിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം. അടുത്തത് ഷീ മെയ്ഡ് മീ ഡു ഇറ്റ്. ഷീ മെയ്ഡ് മീ ഡു. ഒരിക്കലും ഷീ മെയ്ഡ് മീ ടു ഡു എന്ന് പറയാൻ പാടില്ല. കാരണം മെയ്ഡ് എന്ന് പറയുന്ന മെയിൻ വെർബിന് ശേഷം വി മസ്റ്റ് യൂസ് ടു ഇൻഫിനിറ്റീവ്. നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം. ഇനി ആഫ്റ്റർ, റാദർ ആൻഡ് ഹാഡ് ബെറ്റർ. അടുത്തതായിട്ട് റാദറിനും ഹാഡ് ബെറ്ററിനും ശേഷം, റാദറിനും ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. എക്സാമ്പിൾ ഐ വുഡ് റാദർ സ്ലീപ്പ് ദാൻ ബി awake. അതായത് ഉണർന്നിരിക്കുന്നതിനേക്കാൾ ഉറങ്ങുന്നതിനാണ് എനിക്ക് താല്പര്യം. ഐ വുഡ് റാദർ സ്ലീപ്പ്, നോട്ട് ടു സ്ലീപ്പ്. ടു സ്ലീപ്പ് എന്ന് പറയരുത്. ഐ വുഡ് റാദർ ടു സ്ലീപ്പ് പറയാൻ പാടില്ല. റാദറിന് ശേഷം bare infinitive ഉപയോഗിക്കണം. അതുപോലെ തന്നെയാണ് ഹാഡ് ബെറ്റർ. യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഒരിക്കലും എന്തു പറയരുത്? യു ഹാഡ് ബെറ്റർ ടു സ്റ്റോപ്പ് പറയാൻ പാടില്ല. അതായത് ഹാഡ് ബെറ്ററിന് ശേഷം യൂസ് ഓൺലി bare infinitive. എന്തുമാത്രം യൂസ് ചെയ്യാം? ഓൺലി bare infinitive മാത്രം. പിന്നെ ആഫ്റ്റർ പ്രിപ്പോസിഷൻസ് ലൈക്ക് എക്സെപ്റ്റ്, ബട്ട്, സേവ്, ദാൻ. ഇതുപോലുള്ള പ്രിപ്പോസിഷൻസിന് ശേഷം bare infinitive. ഒരു എക്സാമ്പിൾ ഷീ ഡസ് നത്തിങ് ബട്ട് പ്ലേസ്. ബട്ട് എന്നുള്ള പ്രിപ്പോസിഷൻ. അപ്പൊ ഇതുപോലത്തെ ബട്ട്, അതുപോലെ തന്നെ എക്സെപ്റ്റ്, സേവ്, ദാൻ, ഇതുപോലുള്ള പ്രിപ്പോസിഷൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രിപ്പോസിഷൻസിന് ശേഷം നമ്മൾ bare infinitive ഉപയോഗിക്കണം. ഷീ ഡസ് നത്തിങ് ബട്ട് നത്തിങ് ബട്ട് പ്ലേസ്. അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ ആണ് ഐ ഹാവ് നത്തിങ് ടു ഡു എക്സെപ്റ്റിന് ശേഷം ഐ ഹാവ് നത്തിങ് ടു ഡു എക്സെപ്റ്റ് സിറ്റ് എന്നുള്ളത് bare infinitive ആണ്, ടു ഇല്ലല്ലോ. അപ്പൊ എക്സെപ്റ്റിന് ശേഷം ഐ ഹാവ് നത്തിങ് ടു ഡു എക്സെപ്റ്റ് സിറ്റ് ബൈ ദ പൂൾ. പൂളിന് സമീപം ഇരിക്കുകയല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഇനി അടുത്തത് പാർട്ടിസിപ്പിൾ ആണ്. പാർട്ടിസിപ്പിൾ അതായത് നോൺ ഫൈനൈറ്റ് വെർബില് രണ്ടാമത്തേതാണ് പാർട്ടിസിപ്പിൾ. രണ്ട് തരത്തിലുള്ള പാർട്ടിസിപ്പിൾ ഉണ്ട്. ഒന്ന് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓർ അല്ലെങ്കിൽ ING ഫോം. വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ ING രൂപം ചേർത്തിട്ടാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിളിനെ ഉണ്ടാക്കുന്നത്. ഇൻഡിക്കേറ്റ്സ് ആൻ ഓൺഗോയിങ് ആക്ഷൻ. ഈ ഒരു വെർബിന്റെ രൂപം ഓൺഗോയിങ് ആക്ഷൻ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. പ്രസന്റ് പാർട്ടിസിപ്പിൾ. രണ്ടാമത്തേത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇൻഡിക്കേറ്റ്സ് എ കംപ്ലീറ്റഡ് ആക്ഷൻ. പൂർണ്ണമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വെർബിന്റെ രൂപമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂഷ്വലി എൻഡ്സ് ഇൻ. സാധാരണ ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം അവസാനിക്കുന്നത് ഒന്നുകിൽ ഡിയിലായിരിക്കും, അല്ലെങ്കിൽ ED-യിലോ അല്ലെങ്കിൽ EN-ലോ ആയിരിക്കും, അല്ലെ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിവ്, അതിന്റെ കൂടെ ഡി, ലിവ്ഡ്. അതുപോലെ തന്നെ റൈറ്റ് റോട്ട് റിട്ടൺ.
കേട്ടോ. അപ്പൊ ഇതുപോലെ ഇനി പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ ഉപയോഗങ്ങൾ. പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ ഉപയോഗം ഒന്ന്, ആസ് എൻ അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും പ്രസന്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ, എ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ്. ഇവിടെ റോളിംഗ് സ്റ്റോൺ ഇവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, പക്ഷെ ഇവിടെ വിശേഷണമാണ്. ഏതിന്റെ? സ്റ്റോണിന്റെ. റോളിംഗ് സ്റ്റോൺ ഉരുളുന്ന കല്ല്, കല്ലിന്റെ വിശേഷണം. അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നു. എ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ്. ഉരുളുന്ന കല്ലില് പായലുണ്ടാവില്ല. എ സ്ലീപ്പിംഗ് കാറ്റ് കാൻഡ് ക്യാച്ച് എ റാറ്റ്. ഉറങ്ങുന്ന പൂച്ചയ്ക്ക് എലിയെ പിടിക്കാൻ കഴിയില്ല. ഉറങ്ങുന്ന പൂച്ച. എ സ്ലീപ്പിംഗ് കാറ്റ്, കാറ്റിന്റെ വിശേഷണം. എ സ്ലീപ്പിംഗ് പ്രസന്റ് പാർട്ടിസിപ്പിൾ, എ സ്ലീപ്പിംഗ് കാറ്റ്. അടുത്തത് ആസ് സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. അടുത്തതായിട്ട് പാർട്ടിസിപ്പിളിനെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെ കുറിച്ച് ഇൻഫോർമേഷൻ നൽകുന്നത്. സബ്ജക്റ്റിനെ കുറിച്ച്. ഇനി സബ്ജക്റ്റിനെ കുറിച്ച് ഇൻഫോർമേഷൻ നൽകുന്ന സബ്ജക്റ്റ് കോംപ്ലിമെന്റ് സബ്ജക്റ്റിന്റെ സ്ഥാനത്തല്ല വരിക. എവിടെ വരിക? വെർബിന് ശേഷമായിരിക്കും വരിക. വെർബിന് ശേഷമായിരിക്കും വരിക. അത് ശ്രദ്ധിക്കട്ടോ. ആരും സബ്ജക്റ്റ് കോംപ്ലിമെന്റ് പോയിട്ട് സബ്ജക്റ്റിന്റെ പൊസിഷനിൽ, സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് പോയിട്ട് തരയണ്ട. എക്സാമ്പിള്, വർക്കിംഗ് അറ്റ് നൈറ്റ് ഷിഫ്റ്റ്. നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഈസ് എക്സോസ്റ്റിംഗ്. അത് ക്ഷീണിപ്പിക്കുന്നതാണ്, ടയേർഡ് ആക്കുന്നതാണ്. ഇവിടെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്നുള്ളത് എക്സോസ്റ്റിംഗ് എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ സബ്ജക്റ്റ് രാത്രിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്, അതാണ് സബ്ജക്റ്റ്. രാത്രിയിൽ വർക്ക് ചെയ്യുക, അതാണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് പൂർണ്ണമാകുന്നത് ഈ ഒരു വാക്ക് വരുമ്പോഴാണ്. ഏത് വാക്ക്? എക്സോസ്റ്റിംഗ്. ആ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻ നൽകുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, ദ തീം ഓഫ് ദാറ്റ് ഫിലിം ഈസ് ഇൻട്രസ്റ്റിംഗ്. ദ തീം ഓഫ് ദാറ്റ് ഫിലിം, ആ സിനിമയുടെ തീം, ആ സിനിമയുടെ തീം ഈസ് ഇൻട്രസ്റ്റിംഗ്, രസകരമാണ്. അപ്പൊ ആ സിനിമയുടെ തീം, അതാണ് സബ്ജക്റ്റ്. അത് മുഴുവനാക്കണമെങ്കിൽ ഏത് വരണം? ഈസിന് ശേഷം ഇൻട്രസ്റ്റിംഗ്. എന്ത് വരണം? ഇൻട്രസ്റ്റിംഗ് വരണം. അപ്പൊ ആ സിനിമയുടെ തീം ഇൻട്രസ്റ്റിംഗ്, അതെന്താണ്? ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി അടുത്തത് ആസ് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. അടുത്തത് ഏതാ? ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഇനി ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എക്സാമ്പിൾ. അപ്പൊ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് തന്നെ വരിക, സബ്ജക്റ്റിന്റെ സ്ഥാനത്തല്ല. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ഒബ്ജക്റ്റിന്റെ വെർബ് കഴിഞ്ഞിട്ടാണ് വരിക. അത് സബ്ജക്റ്റിനെ കുറിച്ച് ഇൻഫോം ചെയ്യുന്നതാണ്. ഇനി ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എവിടെയാ വരിക? വെർബ് കഴിഞ്ഞിട്ട്, ചിലപ്പോൾ അത് ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വരിക. അത് ഒബ്ജക്റ്റിനെ കുറിച്ച് ഇൻഫോം ചെയ്യുന്നതാണ് ഏത്? ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഒബ്ജക്റ്റിനെ കുറിച്ച് ഇൻഫോം ചെയ്യുന്നതാണ് എന്ത്? ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കൂ. ഐ പെയിന്റഡ് ദ വാൾ. ഐ പെയിന്റഡ്, ഞാൻ പെയിന്റ് ചെയ്തു. ഐ പെയിന്റഡ്, ഞാൻ പെയിന്റ് ചെയ്തു. എന്ത്? ഒബ്ജക്റ്റ് ദ വാൾ. ഇനി അതിന്റെ കോംപ്ലിമെന്റ് ആണ് വാൾ യെല്ലോ. എങ്ങനെ പെയിന്റ് ചെയ്തു? യെല്ലോ ആയിട്ട്. അപ്പോ ദ വാൾ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ കോംപ്ലിമെന്റ് ആണ്. ഇതിന്റെ പാറ്റേൺ നോക്കൂ. ഐ സബ്ജക്റ്റ്, പെയിന്റഡ് വി, ദ വാൾ ഒബ്ജക്റ്റ്, ശേഷം യെല്ലോ കോംപ്ലിമെന്റ്. അപ്പൊ ഒബ്ജക്റ്റിനെ കുറിച്ച് ഇൻഫോം ചെയ്യുന്നത് അതാണ് എന്ത്? ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. അടുത്തൊരു എക്സാമ്പിളും കൂടി ഉണ്ട്. ഐ ഫൗണ്ട് ഹിം. ഞാൻ അവനെ കണ്ടു. ഐ ഫൗണ്ട് ഹിം. എങ്ങനെ കണ്ടു? ടോക്കിംഗ് വിത്ത് അവർ മാനേജർ. നമ്മുടെ മാനേജറുമായിട്ട് സംസാരിക്കുന്നത്. ടോക്കിംഗ് വിത്ത് ദ മാനേജർ, നമ്മളുടെ മാനേജറുമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ആ എക്സാമ്പിൾ ഏത്? ഐ പെയിന്റഡ് ദ വാൾ യെല്ലോ. അവിടെ യെല്ലോ എന്നുള്ളതാണ് കോംപ്ലിമെന്റ്.
പക്ഷേ ആ യെല്ലോ എന്നുള്ള കോംപ്ലിമെന്റ് എന്തല്ല, പാർട്ടിസിപ്പിൾ അല്ല. ജസ്റ്റ് അത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞു തന്നതാണ്. കാരണം എന്താണ് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്, അത് ഒബ്ജക്റ്റിന് ശേഷം വരും എന്നുള്ള ഒരു ജസ്റ്റ് അത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. എന്നാൽ ഇത് നോക്കൂ, ഐ ഫൗണ്ട് ഹിം, ഞാൻ അവനെ കണ്ടു. എങ്ങനെ കണ്ടു? ടോക്കിംഗ് വിത്ത് അവർ മാനേജർ. അവിടെ ടോക്കിംഗ് കറക്റ്റാണ്. ടോക്കിംഗ് വിത്ത് അവർ മാനേജർ, ഞങ്ങളുടെ മാനേജറുമായിട്ട് സംസാരിക്കുന്നത്. ഇവിടെ കറക്റ്റായിട്ട് ടോക്കിംഗ് എന്താണ്, എക്സാമ്പിൾ പക്കയാണ്. ടോക്കിംഗ് അതായത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ആ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യത്തേത് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് മാത്രമേ വന്നുള്ളൂ, ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. പക്ഷെ എന്തില്ല, അവിടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ല. എന്നാൽ രണ്ടാമത്തേതിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഇനി അടുത്തത് ടു ഫോം ദി കണ്ടിന്യൂസ് ഓർ പ്രോഗ്രസീവ് ടെൻസ്. ഇതാണ് അടുത്ത ഉപയോഗം. കണ്ടിന്യൂസ് ടെൻസിന്റെ മറ്റൊരു പേരാണ് പ്രോഗ്രസീവ് ടെൻസ്. കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടെൻസുകൾ ഫോം ചെയ്യാം. കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടെൻസുകൾ ഫോം ചെയ്യാം കേട്ടോ. അതായത് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, പ്രസന്റ് കണ്ടിന്യൂസ്. എക്സാമ്പിൾ നോക്കൂ, ദേ ആർ ഡിഗിങ് എ വെൽ, അവരൊരു കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ആർ ഡിഗിങ് ആണ് ഇവിടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതുപോലെ തന്നെ ഷീ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ. ഷീ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ, ഒരു മരത്തിന്റെ തണലിൽ അവൾ നിൽക്കുന്നു. ഷീ ഈസ് സ്റ്റാൻഡിങ്, നിൽക്കുന്നു. അപ്പൊ സ്റ്റാൻഡിങ് എന്നുള്ളത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ നമ്മളിവിടെ പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ ഉപയോഗമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും വീഡിയോ കണ്ട ശേഷം ഒന്ന് ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ, ഒന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.